ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടൊരു ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ചക്കയെല്ലാം നല്ലപോലെ വെട്ടി പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു മത്തിക്കറി. അപ്പോൾ നമുക്ക് ചെയ്യാം. ചക്ക ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു വിദ്യയാണ്. ഇതുപോലെ അതിൻ്റെ ഞെടുപ്പങ്ങ് അരിഞ്ഞ് കളയണം. അങ്ങനെ പെട്ടെന്ന് പറിച്ചെടുക്കാനും. ഇതുപോലെ നമുക്കെല്ലാം എടുക്കാം. നമ്മൾ ചക്ക അരിയുമ്പോൾ ഒരു എളുപ്പമാർഗ്ഗമാണ് നമ്മൾ ക്ലീൻ ചെയ്യും. സമയം എല്ലാവർക്കും പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ചക്കയൊക്കെ അരിയുമ്പോൾ ഒരുപാട് സമയം എടുക്കേണ്ടി വരും, സഹായത്തിന് ആരുമൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അവിടെ ഒരു എളുപ്പ വഴിയെന്ന് പറയുന്നത് നമ്മൾ ചക്ക ക്ലീൻ ചെയ്യുമ്പം തന്നെ എല്ലാം സെപ്പറേറ്റ് ആക്കാൻ ആദ്യം ശ്രമിക്കണം. അത് നമുക്ക് പിന്നെ രണ്ടാമതൊരു ജോലി ആവത്തില്ല. അതുപോലെ ചക്ക അരിഞ്ഞിട്ട് നമുക്കിതിൻ്റെ നല്ല മോടമെന്ന് പറയുന്നത് ചെവിട് ഭാഗം അതരിയുക, മണ്ട അരിയുക. അപ്പോൾ നമുക്ക് കറക്റ്റ് നീളത്തിലുള്ള ഒരു ഭാഗം കിട്ടും. അതിങ്ങനെ പൊളത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ വറുക്കാനെടുക്കാം. ഈ അരിയുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നൊരു ജോലിയാണ്. രണ്ടറ്റവും നല്ലപോലെ കണ്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭാഗം അവിടെ കിട്ടുകയും ചെയ്യുന്നു. വറുക്കാൻ നമുക്ക് പ്രത്യേകിച്ചൊരു ജോലി ആവത്തില്ല. അതിൽ ഒരു ചക്ക എടുക്കുമ്പോൾ അത് മൊത്തം കൂടെ നമുക്ക് കൂട്ടാൻ വെക്കാൻ വേണ്ടി വരത്തില്ല. അപ്പം എന്താണ്ടേ, ഇത് നമുക്ക് സമയം കിട്ടുമ്പം വറുക്കാനായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചക്കക്കുരു അന്നേരം തന്നെ മാറ്റിയിടുക. പിന്നെ അത് തിരിഞ്ഞ് വറുക്കാനും എടുക്കാനും ഒരു ജോലി ആവത്തില്ല. ഇത് പിന്നെ നമുക്ക് വാരി ഇട്ടാൽ മതി. അതുപോലെ അതിൻ്റെ പൂഞ്ഞ് നല്ലൊരു ഭാഗമാണ്. തോരൻ വെക്കാൻ ഏറ്റവും നല്ലതാണ്. അത് നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചക്ക അരിഞ്ഞ് തീരുമ്പം തന്നെ ഈ ജോലികളും നമ്മുടെ ഒരുപോലെ തീർന്നു വരികയാണ്. അപ്പം നമുക്കൊരു ജോലി ഭാരം കുറയും. ഇങ്ങനെ എല്ലാ ചുളയും നമ്മളിങ്ങനെ എടുക്കാമെങ്കിൽ നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ചുള നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വറക്കാൻ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ നോക്കും. ഇനി നമുക്കിത് ഷേപ്പിലെടുത്താൽ മതി വറുക്കുന്നതിന്. വറുക്കാനായാലും നമ്മൾ പലതരത്തിൽ അരിയുന്നുണ്ട്. കനം കുറച്ച് അരിയുമ്പോൾ ഏറ്റവും നല്ലൊരു ടേസ്റ്റായിട്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് സമയമുള്ളപ്പോൾ ചെറുതായിട്ട് കീറിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചക്കയെല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. നമ്മൾ ചക്ക വേവിക്കുമ്പോൾ കുറച്ച് ചക്കക്കുരും കൂടെ പൊട്ടിച്ചിടുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അരപ്പിന് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് തേങ്ങ, മുളക് പൊടി, ജീരകം, കാന്താരി മുളക്, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അരപ്പ് എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചക്കയിലേക്ക് ഈ ചക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഈ സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ചക്കയുടെ വേവ് അനുസരിച്ചുള്ള വെള്ളമേ കൊടുക്കാവൂ. ഉണക്കായതുകൊണ്ട് ചക്കയിൽ വെള്ളമില്ല, എന്നിട്ട് നമ്മളതനുസരിച്ച് കൊടുക്കണം. ഇനി ഒരു ആവി കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. കുക്കറിൽ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പൂടെ നന്നായിട്ട് ചേർത്തിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൽ വെക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മൂടി വെച്ച് വേവിക്കാം. എല്ലാം വെന്തോന്നൊന്ന് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ഉള്ളിലോട്ടാക്കാം. ഈ സമയത്ത് നമ്മൾ അടി വരെ കൊണ്ടുപോയിട്ട് വെള്ളം ഉണ്ടോയെന്ന് നോക്കണം. വെന്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളമോട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ അടിക്ക് വരെ കപ്പ് കൊണ്ടുപോകുമ്പോൾ ഇതിപ്പം വെള്ളം നല്ലപോലെ വറ്റിയിട്ടുണ്ട്, വെന്ത്. ഇനി ഇതൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. പിന്നെ നമ്മുടെ ചക്കപ്പുഴുക്കും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മത്തി കുഴമ്പിൻ്റെ കൂടെ ചിക്കനും കൂട്ടി കഴിക്കാം. ചക്കപ്പുഴുക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്കും മത്തി കുഴമ്പും ചിക്കൻ കറി നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇതൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചക്കയുടെ സീസണാണല്ലോ. നല്ലൊരു കോമ്പിനേഷനാണ്. ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ.